രക്ഷാദൈവം ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഒന്നാമത്തെ സന്ദേശം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ, ഏറ്റവും മഹത്തായ കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം നൽകാതെ, ദൈവത്തിന് ആരാധന നൽകാതെ സ്വയം മഹത്വം സ്വീകരിച്ച മനുഷ്യൻ നാശത്തിലേക്കും പാപത്തിലേക്കും വഴുതിപ്പോയി. ആ മനുഷ്യനെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരിക, അതാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുക. തിരുവചനത്തിൽ നമ്മൾ കാണും, റോമാലേഖനത്തിൽ നമ്മൾ കാണും, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപത്തെക്കുറിച്ച്, അവൻ്റെ തെറ്റിനെക്കുറിച്ച് റോമാലേഖനം 1-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. എന്താണ് പറയുക? അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ ജീവിതം മുഴുവൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്, ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതാണ്: എല്ലായിടത്തും പിതാവിന് മഹത്വം നൽകി, പിതാവിനെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഈശോയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിൻ്റെയും യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും അവൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും എല്ലാം ഒന്നാമത്തെ കാര്യം പിതാവിന്, ദൈവത്തിന് ലഭിക്കുന്ന മഹത്വമാണ്. എപ്പോഴും പിതാവിനെ മഹത്വപ്പെടുത്തുന്ന യേശുവിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഒരുങ്ങുമ്പോൾ, ആ പിറവിത്തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്ന എല്ലാറ്റിനെയും പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്താൻ, എല്ലാ മഹത്വവും എല്ലാ ആരാധനയും ദൈവത്തിന് അർപ്പിക്കുവാൻ, എല്ലാറ്റിനെയും പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഈ പിറവിത്തിരുനാളിൻ്റെ ദിവസത്തിൽ, കാലഘട്ടത്തിൽ അനുഗ്രഹം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവകൃപയിൽ നിറയാനായി ആഗ്രഹിക്കാം. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഞാൻ ഭാഗ്യവാനാണ്,
എന്തുകൊണ്ടാണ് ഞാൻ ഭാഗ്യവാനായി തീരുക? എൻ്റെ ആശ്വാസവും എൻ്റെ ആശ്രയവും എല്ലാം രക്ഷകനായ യേശുവിലാണ്. രക്ഷകനായ യേശുവാണ് എൻ്റെ ഭാഗ്യം. രക്ഷകനായ യേശുവാണ് എൻ്റെ ആശ്രയം. അവൻ എൻ്റെ ആശ്വാസവും ആശ്രയവുമായി ഉള്ളപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, ഏറ്റവും വലിയ അനുഗ്രഹീതനാണ്. നമുക്ക് ആരാധിക്കാം അവിടുത്തെ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും പാണീൻ പാടുള്ള പാണിയാൻ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും പാണീൻ പാടുള്ള പാണിയാൻ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഓ, എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ കൂരിരുളുണ്ടായാലും, എത്ര വലിയ വേദനകളുണ്ടായാലും, എത്ര വലിയ സഹനങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും, ഇതാ ആണിപ്പാടുള്ളവൻ എന്നെ താങ്ങി നടത്തുന്നത് കൊണ്ട് ഞാൻ ഭാഗ്യവാനാണ്. ആണിപ്പാടുള്ളവൻ എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് കൊണ്ട്, ആണിപ്പാടുള്ളവൻ എന്നെ താങ്ങി നടത്തുന്നത് കൊണ്ട്, എനിക്ക് വേണ്ടി മുറിവേറ്റവൻ എൻ്റെ മുറിവുകൾ ഒപ്പുന്നത് കൊണ്ട് ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ അവൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കും. ഞാൻ അവനോട് ചേർന്ന് നിന്ന് ജീവിക്കും. പാടി പ്രാർത്ഥിക്കാം. തന്നുയിർത്തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ. തന്നുയിർത്തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം, താൻ മതിയാം. ഒന്നിനും തന്നിടമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം, താൻ മതിയാം. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. എൻ്റെ ആശ്രയവും എൻ്റെ ബലവും എൻ്റെ സങ്കേതവുമായ ഈശോയെ, അവനെ എനിക്ക് നൽകിയ പിതാവിനെ ഒന്ന് ചേർന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ആനന്ദത്തോടെ ദൈവം നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത്, എല്ലാ ദാനങ്ങളെയും ഓർത്ത്, അവിടുന്ന് നമ്മുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ വർഷിച്ച കൃപകളെ ഓർത്ത്, ഓ അബാ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷകനായി നാഥനായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാറ്റിനെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പിതാവേ, ആവാ പിതാവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അവിടുത്തേക്ക് മഹത്വം നൽകുന്നു. ആവാ പിതാവേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ആരാധിക്കുന്നേ. പരിശുദ്ധാത്മാവേ നന്ദി. നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം നമുക്ക് ആത്മാവിൽ, മനസ്സിൽ, ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിപൂർണമായി നമ്മളും നമ്മുടെ ആന്തരിക അവയവങ്ങളും നമ്മുടെ ശരീരം മുഴുവനും, ശരീരത്തിലെ ഓരോ കോശവും ദൈവമഹത്വത്താൽ നിറയട്ടെ. ദൈവമഹത്വം നിറയട്ടെ. സാബൂളിൽ നിന്നും ദൈവമഹത്വം വിട്ടുപോയി എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ഒരിക്കലും വിട്ടുപിരിയാതെ ദൈവമഹത്വം നമ്മളിൽ നിറയട്ടെ. നമ്മുടെ ഓരോ ഇന്ദ്രിയവും, ഓരോ കോശവും, ഓരോ അണുവും ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന. ഓ പരിശുദ്ധ ത്രിത്വമേ, ആരാധന. പിതാവായ ദൈവമേ, ആരാധന. പുത്രനായ യേശുവേ, ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ആരാധന. 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 പരിശുദ്ധ അമ്മ ദൈവമാതാവേ, പുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകുവാൻ പിതാവിൻ്റെ ഹിതത്തോട് ചേർന്ന് നിന്നമ്മ എപ്പോഴും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. Praise the Lord. Praise the Lord. Hallelujah. 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആസന്നമാകുന്ന പ്രവിത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ആ പ്രവിത്തിരുന്നാളിന് ഈശോയെ നമുക്ക് നൽകിയ പിതാവിനെ മഹത്വപ്പെടുത്തി ഈശോയിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ രക്ഷയും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ട തിരുവചനത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ ചിന്തിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനം. അവിടെ ഇപ്രകാരമാണ് പറയുക: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ജനനം സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം നൽകുന്നതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആർക്കാണ് സമാധാനം നൽകുക? വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോയുടെ ജനനം അനേകം മനുഷ്യർക്ക്, അനേകം വ്യക്തികൾക്ക്, കോടാനുകോടി മനുഷ്യർക്ക് സമാധാനം നൽകി.
ജനിച്ച അന്ന് മാത്രമല്ല, അന്ന് മുതൽ ഇന്നോളം അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ക്രിസ്തു സമാധാനമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്, ക്രിസ്തു സമാധാനമായി മാറിയിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു ജനിച്ച അന്ന് തുടങ്ങി ഇന്ന് വരെ അനേകരുടെ ജീവിതത്തിൽ അസമാധാനമായി, അസ്വസ്ഥതയായി മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആർക്കാണ് സമാധാനം? സന്മനസ്സുള്ളവർക്ക്. യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും എനിക്ക് സമ്മാനിക്കുന്നത്, എനിക്ക് നൽകുന്നത് സമാധാനമാണെങ്കിൽ ഞാൻ സന്മനസ്സുള്ള വ്യക്തിയാണ്. ഇല്ല, യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ജീവിതവും എനിക്ക് നൽകുന്നത് അസ്വസ്ഥതയാണെങ്കിൽ ഞാൻ നിർഭാഗ്യവാനായ മനുഷ്യനാണ്. നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ചതാണ് യേശുക്രിസ്തു. ആ ദൈവത്തിൻ്റെ വചനം എനിക്ക് ഇന്ന് പ്രദാനം ചെയ്യുന്നത്, ആ ദൈവത്തിൻ്റെ വചനം എനിക്ക് ഇന്ന് നൽകുന്നത് സമാധാനമാണ്. അതെയോ ആ ദൈവത്തിൻ്റെ വചനം എന്നെ അസ്വസ്ഥനാക്കുകയാണ് ചെയ്യുക, എന്നെ ഭാരപ്പെടുത്തുകയാണ് ചെയ്യുക. ആ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആ വചനം പാലിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിർഭാഗ്യവാനാണ്. എനിക്ക് നല്ല മനസ്സില്ല. നല്ല മനസ്സുള്ളവർക്ക് മാത്രമാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ലഭിക്കുന്ന സമാധാനമുണ്ടാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ സമാധാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കണം. ഈ സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലൂടെ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ കൃപാവരം സമാധാനമാണ്. ഏറ്റവും വലിയ കൃപാവരം സമാധാനമാണ്. കാരണം യേശു ജനിച്ചപ്പോൾ മാലാഖവൃന്ദം പാടി, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ ഭൂമിയിൽ അനേകർക്ക് സമാധാനം നൽകിയാണ് യേശു കടന്നുപോയത്. അനേകർക്ക് സമാധാനം നൽകിയാണ് കടന്നുപോയത്. അവൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ സമാപനത്തിൽ അപ്പസ്തലന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു, ഇതാ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല ഇത്. ഈ സമാധാനം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ലോകത്തിൻ്റെതല്ലാത്ത ഒരു സമാധാനം ഈശോ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, ഈശോയുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കേ. അനേകർക്ക് സമാധാനം നൽകി. ലാസറിന്റെ കുടുംബത്തിന് അവൻ സമാധാനമായിരുന്നു. സക്കേബൂസിന്റെ കുടുംബത്തിന് അവൻ സമാധാനമായിരുന്നു. ബർത്തിമ്യൂസിന് അവൻ സമാധാനമായിരുന്നു. രക്തസ്രാവക്കാരി സ്ത്രീക്ക് അവൻ സമാധാനമായിരുന്നു. അനേകർക്ക് സമാധാനം നൽകി ആണ് ഈശോ ഈ ഭൂമിയിലെ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ സമാധാനമായിരുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചും രോഗികൾക്ക് സൗഖ്യം നൽകിയും വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പിയും അവൻ സമാധാനമായി മാറി. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സ്വസ്ഥത നഷ്ടപ്പെട്ട അനേകർക്ക് ക്രിസ്തു സമാധാനമായി മാറി. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിലൂടെ പിതാവായ ദൈവം മനുഷ്യന് നൽകിയ സമാധാനം, യേശുവിൻ്റെ ജീവിതത്തിലൂടെ അവിടുന്ന് നൽകിയ സമാധാനം, ലോകം നൽകാത്ത ഒരു സമാധാനം മനുഷ്യൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും ഈശോ നിക്ഷേപിച്ചു.
തൻ്റെ പീഡാസഹനത്തിന് തൊട്ട് മുമ്പ് അപ്പസ്തോലന്മാരോട് അവിടുന്ന് പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് പോകുന്നു. പീഡകളെ കൺമുമ്പിൽ കാണുമ്പോഴും പീഡകളെ അഭിമുഖീകരിക്കാൻ പോകുമ്പോഴും ക്രിസ്തുവിൻ്റെ മനസ്സിനെ ഭരിച്ചിരുന്ന സമാധാനം, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നയിച്ചിരുന്ന സമാധാനം തൻ്റെ പ്രിയപ്പെട്ടവർക്കും നൽകി. അത് ലോകം നൽകുന്ന സമാധാനമല്ല. ലോകം ഒരുപക്ഷെ മനുഷ്യന് സമാധാനം നൽകുന്ന അനേക മാധ്യമങ്ങളുണ്ട്. അവൻ്റെ വിദ്യാഭ്യാസം ചിലർക്ക് സമാധാനം നൽകും, സമ്പത്ത് സമാധാനം നൽകും, അറിവും അധികാരവും സമാധാനം നൽകും. ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവൻ അസ്വസ്ഥനാകും. എന്നാൽ ഈശോ പറഞ്ഞു, ഇതൊന്നും നൽകുന്ന സമാധാനമല്ല എനിക്ക് തരാനുള്ളത്. ഈ ലോകം നൽകുന്ന ഒരു സമാധാനം ആ സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ അറിവിൻ്റെയോ ഒന്നുമല്ല, മറിച്ച് വേറിട്ട സ്വർഗത്തിൻ്റെ ഒരു സമാധാനമാണ് ഈശോ നമുക്ക് നൽകുക. ഈശോയുടെ ജീവിതത്തിൻ്റെ ആകത്തുക ഈ സമാധാനമാണ്. എപ്പോഴും ഈശോയ്ക്ക് നമുക്ക് നൽകാനുള്ളതും ഈ സമാധാനമാണ്. അപ്പോൾ അവിടുത്തെ ജനനവും ജീവിതവും അത് സഹനങ്ങളുടെയോ വേദനകളുടെയോ പ്രതിസന്ധികളുടെയോ ഒക്കെ മധ്യത്തിൽ തകർന്നു പോകുന്ന ഒന്നല്ല ക്രിസ്തു നൽകുന്ന സമാധാനം. അത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു സമാധാനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ക്രിസ്തു നിക്ഷേപിക്കുകയാണ്. ഉത്തിതനായ ഈശോ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അപ്പസ്തോലന്മാരോട് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് സമാധാനം. അപ്പം യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉത്ഥാനവും മനുഷ്യന് നൽകുന്നത് സമാധാനമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആകത്തുക അല്ലെങ്കിൽ സമാനം എന്ന് പറയുന്നത് സമാധാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്മസിന്, കർത്താവിൻ്റെ പിറവി തിരുനാളിന് നമ്മളെല്ലാവർക്കും ആശംസകൾ നേരാറുണ്ട്. ഈ ആശംസകൾ നേരുമ്പോൾ നമുക്കൊക്കെ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ആശംസ ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം സമാധാനപൂർണമാകട്ടെ എന്നാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് അസമാധാനത്തിൻ്റെ ചുറ്റുപാടാണ്. സമാധാന രഹിതമായ ഒരു ജീവിതത്തിൻ്റെ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. കുടുംബത്തിൽ അസ്വസ്ഥതകളാണ്, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ അസ്വസ്ഥതയാണ്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ അസ്വസ്ഥതയാണ്, സഹോദര ബന്ധങ്ങളിൽ അസ്വസ്ഥതയാണ്. അങ്ങനെ ചുറ്റുപാടും അസ്വസ്ഥതകൾ നിറഞ്ഞ സാഹചര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എല്ലാം അസ്വസ്ഥതയാണ്. ഈ അസ്വസ്ഥതയുടെ നടുവിൽ ഈ പിറവിത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതും ആശംസിക്കാനുള്ളതും ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് എല്ലാവരും കടന്നു വരണമെന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് കടന്നു വരണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്, ആശംസിക്കേണ്ടത്. ഈ ക്രിസ്മസിന്, ഈ പിറവിത്തിരുന്നാളിന് വെറൈറ്റിയുള്ള ഒരു ആശംസ നമുക്ക് കൊടുക്കണം. അതിതാണ്, യേശുക്രിസ്തുവിൻ്റെ സമാധാനം അങ്ങയെയും അങ്ങയുടെ കുടുംബത്തെയും ഭരിക്കട്ടെ എന്നുള്ളതായിരിക്കണം നമ്മുടെ ആശംസ എന്ന് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും സമാധാനം നൽകിയെങ്കിൽ അതുപോലെ തന്നെ അനേകർക്ക് അസ്വസ്ഥതയാകുന്നതാണ്. അനേകർക്ക് നൽകിയത് അസ്വസ്ഥതയാണ്. ഒരു പക്ഷത്ത് ദൈവം ക്രിസ്തുവിന് ജനനത്തിലൂടെ സമാധാനം നൽകിയെങ്കിൽ ആ ക്രിസ്തുവിന് ജനനത്തിലൂടെ അനേകർക്ക് അസ്വസ്ഥതയുണ്ടായി. അത് ജനിച്ചന്ന് മാത്രമല്ല, ഈശോയുടെ ജീവിതത്തിലുണ്ടായിരുന്നു അസ്വസ്ഥത. ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും ക്രിസ്തു പലർക്കും അസ്വസ്ഥതയാണ്. ഈശോ ജനിച്ചപ്പോൾ നമുക്കറിയാം, ജ്ഞാനികൾ ക്രിസ്തു ജനിച്ചത് എവിടെയാണെന്ന് അന്വേഷിച്ച് വന്നത് കൊട്ടാരത്തിലാണ്. കാലിത്തൊഴുത്തിൽ ജനിച്ചവനെ കൊട്ടാരത്തിൽ അന്വേഷിച്ചാൽ കണ്ടെത്താനാവുമോ?
കാലിത്തൊഴുത്തിൽ കിടക്കുന്നവനെ കാലിത്തൊഴുത്തിൽ അന്വേഷിക്കണം. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണത്. കാലിത്തൊഴുത്തിൽ ജനിച്ചവനെ കൊട്ടാരത്തിൽ നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. തെരുവിൽ ജീവിച്ചവനെ മണിമാളികൾ നമ്മൾ അന്വേഷിക്കാറുണ്ട്. കാലിത്തൊഴുത്തിൽ ജനിച്ചവനെ കാണണമെങ്കിൽ കാലിത്തൊഴുത്തിൽ ചെല്ലണം. തെരുവിൽ ജീവിച്ചവനെ കാണണമെങ്കിൽ നമ്മൾ തെരുവിലെത്തണം. പാപികളുടെ കൂടെ എണ്ണപ്പെട്ടവനെ കാണണമെങ്കിൽ പാപികളുടെ അടുത്ത് ചെല്ലണം. നമ്മൾ ക്രിസ്തു ഇല്ലാത്തടത്ത് ക്രിസ്തുവിനെ പലപ്പോഴും അന്വേഷിക്കുന്നവരാണ്. എന്നാൽ ഈ ക്രിസ്മസ് ക്രിസ്തു എവിടെയാണോ ഉള്ളത് അവിടെ ക്രിസ്തുവിനെ അന്വേഷിക്കാനുള്ള സമയമാണ്. ക്രിസ്തു എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കണം. ക്രിസ്തു ഇല്ലാത്തടത്ത് അന്വേഷിക്കരുത്. ജ്ഞാനികൾ ക്രിസ്തുവിനെ അന്വേഷിച്ച് കടന്നു ചെന്നത് രാജകൊട്ടാരത്തിലാണ്, അവനോ കാലിത്തൊഴുത്തിലും. ക്രിസ്തു ജനിച്ചു, രക്ഷകൻ ജനിച്ചു. ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ഹെരോദോസ് രാജാവിന് സമാധാനം പോയി. ഇന്നു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് പറയുമ്പോൾ, അവൻ രക്ഷകനാണെന്ന് പറയുമ്പോൾ ഒത്തിരി പേരുടെ സമാധാനം പോകാറുണ്ട്. ഒത്തിരി പേരുടെ സമാധാനം നഷ്ടപ്പെടാറുണ്ട്. രക്ഷകൻ ജനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ ഹെരോദോസിന് സമാധാനം നഷ്ടപ്പെട്ടു. അവന് സമാധാനം പോയി. ആയിരങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ. കയ്യപ്പാസിന് സമാധാനം പോയി. പുരോഹിത പ്രമുഖന്മാരുടെ സമാധാനം പോയി. അധികാരവർഗത്തിന് സമാധാനം പോയി. രക്ഷകന്റെ ജീവിതത്തെ ദൂരെ നിന്ന് കണ്ടവർക്ക് അസമാധാനമായി. രക്ഷകന്റെ ജീവിതത്തെ അടുത്ത് കണ്ടവർക്ക് സമാധാനമായി. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്. ആരാണോ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ദൂരെ നിന്ന് കണ്ടത് അവരെല്ലാം അസ്വസ്ഥരായി. ആരാണോ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അടുത്തു നിന്ന് കണ്ടത് അവർക്കൊക്കെ സമാധാനം കിട്ടി. അത് പരിശുദ്ധ മറിയത്തിനാണെങ്കിലും യോസേപ്പിതാവിനാണെങ്കിലും സമരിയാക്കാരി സ്ത്രീക്കാണെങ്കിലും ശിഷ്യന്മാർക്കാണെങ്കിലും അടുത്തു നിന്ന് കണ്ടവർക്ക് ക്രിസ്തു സമാധാനമായി, അകലെ നിന്ന് കണ്ടവർക്ക് അസ്വസ്ഥതയായി. ഇന്നും അതുതന്നെയല്ലേ തുടരുന്നത്? അടുത്തവനെ അറിയുന്നവർക്ക്, അടുത്തു നിന്നവനെ കാണുന്നവർക്ക് അവൻ സമാധാനമാണ്, അവൻ രക്ഷയാണ്. എന്നാൽ അകലെ നിന്ന് കാണുന്നവർക്ക്, അകലെ നിന്ന് അവനെ പഠിക്കുന്നവർക്ക് അവൻ അസ്വസ്ഥതയാണ്. ഹെരോദോസ് അസ്വസ്ഥനായി, പീലാത്തോസ് അസ്വസ്ഥനായി. ഇങ്ങനെ അനേകര് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിച്ചവരാണ്. ഈ പിറവിത്തിരുന്നാളിന് നമ്മളും പരിശോധിക്കേണ്ട കാര്യം ഇതാണ്. ഞാൻ അടുത്തു നിന്ന് ക്രിസ്തുവിനെ കണ്ടെത്താൻ പരിശ്രമിക്കുന്നവനാണോ, അതെയോ അകലെ നിന്ന് ക്രിസ്തുവിനെ കണ്ടെത്താൻ പരിശ്രമിക്കുന്നവനാണോ? നമുക്ക് അടുത്തു വരാനുള്ളൊരവസരമാണ്. ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ക്രിസ്തുവിനെ പഠിക്കാൻ, അടുത്തേക്ക് വരാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം വിദൂരതയിലാണോ ക്രിസ്തുവിനെ കാണുക, അത് നമ്മളെ അസ്വസ്ഥനാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാ പത്രോസ്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ പത്രോസ് ദൂരെ മാറി കർത്താവിനെ അനുഗമിച്ചു. ദൂരെ മാറി കർത്താവിനെ അനുഗമിച്ചു. ഈ ദൂരെ മാറി അനുഗമിച്ച പത്രോസിന് പ്രലോഭനമുണ്ടായപ്പോൾ അവൻ വീണുപോയി, അവൻ തകർന്നു പോയി. ദൂരെ മാറി നിന്ന് കർത്താവിനെ പഠിക്കാതെ, കർത്താവിനെ അനുഗമിക്കാതെ അടുത്തേക്ക് വന്ന് അരികിലേക്ക് ചേർന്ന് നിന്ന്
കർത്താവിനെ അനുഗമിക്കാൻ ഈ പിറവി തിരുനാളിന് നമുക്ക് സാധിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ അസ്വസ്ഥതകൾ മാറി നമ്മൾ സമാധാനത്തിലേക്ക് കടന്നു വരും. നമ്മൾ ക്രിസ്തു നമുക്ക് നൽകുന്ന രക്ഷയുടെ ഏറ്റവും പ്രധാനമായ സമാധാനത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ പിറവി തിരുനാളിന് ഒരുങ്ങുമ്പോൾ ഈ പിറവി തിരുനാൾ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, ആദ്യ ആദത്തിൽ നിന്ന് അന്ത്യ ആദത്തിലേക്കുള്ള ഒരു രൂപാന്തരീകരണമാണ് കർത്താവിൻ്റെ ജീവിതം, ജനനം, ജീവിതം. ആദ്യ ആദത്തിൽ നിന്ന് അന്ത്യ ആദത്തിലേക്കുള്ള രൂപാന്തരീകരണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യ ആദത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അന്ത്യ ആദത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ആദത്തെ നമുക്കറിയാം, ദൈവത്തിൻ്റെ പ്രഥമമായ സൃഷ്ടി ആദ്യ ആദം. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ആദ്യത്തെ ആദം. ഏതാണ് അന്ത്യ ആദം? അത് യേശുക്രിസ്തുവാണ്. അപ്പം ആദ്യ ആദത്തിൽ നിന്ന് അന്ത്യ ആദത്തിലേക്കുള്ള രൂപാന്തരീകരണമാണ് പിറവി തിരുനാൾ. എന്താണ് ആദ്യത്തെ ആദത്തിൻ്റെ പ്രത്യേകത? ആദ്യത്തെ ആദം ജന്മം കൊണ്ടപ്പോൾ എല്ലാവരും അസൂയോടെയാണ് ആദ്യ ആദത്തെ നോക്കിയത്. എന്താണ്? ഭാഗ്യവാനായ മനുഷ്യൻ, അല്ലലില്ലാതെ, അലച്ചിലില്ലാതെ ജീവിക്കാനുള്ള ചുറ്റുപാട് ആ മനുഷ്യനുണ്ടായിരുന്നു. സമൃദ്ധിയുടെ, എല്ലാം നിറവിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ ആദം ജനിച്ചു വീണത്. എല്ലാ നിറവും, എല്ലാം സമൃദ്ധമായിട്ടുണ്ട്. ഭക്ഷണോ, അധ്വാനിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. എന്നാൽ ആദ്യത്തെ ആദം ഭാഗ്യവാനായി ജനിച്ചു വീണെങ്കിൽ രണ്ടാമത്തെ ആദത്തെ ജനിച്ചപ്പോൾ ലോകം നിർഭാഗ്യവാനെന്നാണ് വിളിച്ചത്. കാരണം അവൻ ജനിച്ചത് ഇതിനേക്കാൾ വലിയൊരു ദാരിദ്ര്യം അവൻ്റെ ജീവിതത്തിലില്ല. കന്നുകാലിക്കൂട്ടിൽ, പശുക്കിടാങ്ങളുടെ മധ്യത്തിൽ അവൻ ജനിച്ചു വീഴുകയാണ്. ആദ്യത്തെ ആദം ഭാഗ്യവാനെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ ആദത്തെ ലോകം വിലയിരുത്തുന്നത് നിർഭാഗ്യവാനെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ ആദമാണ്, ആദ്യത്തെ ആദത്തിന് ജന്മം കൊടുത്തവൻ, അവൻ്റെ കൈകൊണ്ട് ആദ്യത്തെ ആദത്തെ സൃഷ്ടിച്ചവൻ, അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയവനാണ് രണ്ടാമത്തെ ആദമായി, അവസാനത്തെ ആദമായി, ദരിദ്രരിൽ ദരിദ്രനായി ജനിച്ചു വീഴുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്വരമുയർത്തി പറയാവോ? ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ദൈവമായിരുന്നവൻ, സകലതിനെ സൃഷ്ടിച്ചവൻ, ആദ്യത്തെ ആദത്തെ ഭാഗ്യവാനെന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിൽ സൃഷ്ടിച്ചവൻ ഏറ്റവും നിർഭാഗ്യവാനായി ജനിച്ചു വീഴുകയാണ്. ക്രിസ്തു എനിക്കും നിനക്കും നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഭാഗ്യം ചെയ്തപ്പെട്ടവരായി ലോകം വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അതവൻ നിർഭാഗ്യവാനായതിലൂടെ ലഭിച്ച നന്മയാണ്. ലോകം നമ്മെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ നിർഭാഗ്യമാണ് നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ആദം ഭാഗ്യവാനും രണ്ടാമത്തെ ആദം, അവസാനത്തെ ആദം നിർഭാഗ്യവാനുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ ആദം സൃഷ്ടിക്കപ്പെട്ടത് എല്ലാറ്റിൻ്റെയും പൂർണ്ണതയിലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ആദം സൃഷ്ടിക്കപ്പെട്ടത് ഏറ്റവും വലിയ ശൂന്യതയിലായിരുന്നു. ആദ്യത്തെ ആദത്തിന് ഒന്നും അന്വേഷിക്കേണ്ടി വന്നില്ല. എന്നാൽ രണ്ടാമത്തെ ആദം
എല്ലാം അന്വേഷിക്കേണ്ടി വന്നു. ഏറ്റവും ശൂന്യതയിൽ ദരിദ്രനായാണ് അവൻ ജനിച്ചത്. ആദ്യത്തെ ആദത്തിന് ഭാഗ്യം തുണയുണ്ടായിരുന്നു, അവസാനത്തെ ആദത്തിന് അതുണ്ടായിരുന്നില്ല. ആദ്യത്തെ ആദത്തിന് ഇത് സമ്പത്തിൻ്റെ സമ്പന്നതയുടെ നെറുകയിലാണ് ജീവിച്ചത്. രണ്ടാമത്തെ ആദത്തിന് അതും ഉണ്ടായില്ല, അവൻ ഏറ്റവും ദരിദ്രനായിട്ടാണ് ജനിച്ചത്. ഇനി ആദത്തെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാറ്റിൻ്റെ മുകളിൽ അധിപനും ഒക്കെയായിട്ട് ജനിച്ചത്. എന്നാൽ ക്രിസ്തു ജനിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും താഴെയാണ് അവൻ ജനിക്കുക. ഇത്രയും നിർഭാഗ്യകരമായ ഒരു ജനനം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. എന്തിനാണ് അവൻ അങ്ങനെ ജനിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ ആ ജനനമാണ് എന്നെയും നിങ്ങളെ ഉയർത്തിയത്. അവനേക്കാൾ ദരിദ്രനായി, അവനേക്കാൾ ശൂന്യനായി ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുമല്ലോ, പുത്രനെ പോലും ഒഴിവാക്കാതെ സകലതും നമുക്ക് വേണ്ടി നൽകിയ ദൈവം, സകലതും നമുക്ക് വേണ്ടി നൽകിയ ദൈവം സമൃദ്ധിയുടെ നിറവിൽ മനുഷ്യന് ജന്മം നൽകിയെങ്കിൽ അവനെ രക്ഷിക്കാനായി അവനെ സൃഷ്ടിച്ച ദൈവം ഏറ്റവും ശൂന്യമായ ഇടമാണ്, സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആദ്യ ആദത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിഞ്ഞ്, ഈ അന്ത്യാദത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ആദ്യ ആദത്തിൽ നിന്ന് അന്ത്യാദത്തിലേക്ക് ഒരു രൂപാന്തരീകരണം നമ്മളിൽ ഉണ്ടാകണം. ആദ്യ ആദം ദൈവം പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ അപ്രാപ്യമാണ് എന്ന് പറഞ്ഞെങ്കിൽ, അന്ത്യാദം ദൈവം പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ പ്രാപ്യമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചവനാണ്. ആദ്യത്തെ ആദത്തോട് ദൈവം പറഞ്ഞു അത് ചെയ്യരുത്. അവനത് ചെയ്തപ്പോൾ ദൈവത്തോട് പറഞ്ഞത്, നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ആർക്ക് പറ്റും? നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ വചനം പറഞ്ഞപ്പോൾ ഈ വചനം കഠോരമാണ് എന്ന് പറഞ്ഞ്, ഇത് മനുഷ്യന് അപ്രാപ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അനേകം പേരവനെ വിട്ടിട്ട് പോയി. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഇത് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതുപോലെ എങ്ങനെയാണ് മനുഷ്യന് ജീവിക്കുക? എന്നാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണ് പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് ഈശോ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അവൻ്റെ ജീവിതത്തിലൂടെ. ആദ്യ ആദത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുകയാണ് നമ്മൾ പലപ്പോഴും. ഇങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ആദത്തിൻ്റെ പക്ഷത്താണ്. സഭയിൽ അനേകം വിശുദ്ധരെ പേര് പ്രഖ്യാപിക്കുന്നുണ്ട്. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷത്താണ്. എന്താണ് ക്രിസ്തുവിൻ്റെ പക്ഷം എന്ന് പറഞ്ഞാൽ? ദൈവം പറയുന്നത് അതുപോലെ ജീവിക്കാൻ പറ്റുമെന്ന് അവർ ജീവിതത്തിൽ തെളിയിച്ചവരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യ ആദം ദൈവം പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവസാനത്തെ ആദം ദൈവം പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, കുരിശു മരണം വരെ അവൻ തന്നെ താഴ്ത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യ ആദത്തിൽ നിന്ന് അന്ത്യ ആദത്തിലേക്ക്. ഇനി ആദ്യ ആദം അനുസരണക്കേടിൻ്റെ പ്രതിരൂപമായിരുന്നെങ്കിൽ യേശുക്രിസ്തു അനുസരണത്തിൻ്റെ പ്രതീകമായിരുന്നു. ആദ്യ ആദം അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ രണ്ടാമത്തെ ആദം അനുസരണത്തിൻ്റെ പ്രതീകമായിരുന്നു. ദൈവത്തെ ധിക്കരിച്ച്, ദൈവത്തിൽ നിന്നും അകന്ന്
ദൈവകൽപ്പനകൾക്ക് വിധേയപ്പെടാതെ ആദ്യത്തെ ആദം ജീവിച്ചുവെങ്കിൽ രണ്ടാമത്തെ ആദം ദൈവം പറഞ്ഞത് അനുസരിച്ചു. നമ്മൾ ഈ ക്രിസ്മസിന് ധ്യാന വിഷയമാക്കേണ്ട ഒരു തിരുവചനമാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 5 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ ശൂന്യനാക്കി ദാസനായി മനുഷ്യരൂപമെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തു മനുഷ്യരൂപമെടുത്തു. ഈ മനുഷ്യരൂപമെടുത്തപ്പോഴും അവൻ നമ്മളോട് പറഞ്ഞത്, അവൻ കാലിത്തൊഴുത്തിൽ ജനിച്ചു, ഏറ്റവും ദരിദ്രനായി കാലിത്തൊഴുത്തിൽ ജനിച്ചു, ഏറ്റവും ദരിദ്രനായി ജീവിച്ചു, ഏറ്റവും ദരിദ്രനായി പരദേശവാസിയായി, ഏറ്റവും ദരിദ്രനായി ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നുപോയി, നികൃഷ്ടമായ മരണം കൈവരിച്ചു, അവൻ ഉത്ഥാനം ചെയ്തു. അവൻ നമ്മളോട് പറയുന്നു സമാധാനം. അവൻ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം. അവൻ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറവിത്തിരുനാളിൻ്റെ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക ഈ സമാധാനമാണ്. ഇത് നമുക്ക് പ്രാപിക്കാം. ഈ സമാധാന ജീവിതത്തെ സ്വന്തമാക്കാം. ലോകം തരാത്ത സമാധാനം ക്രിസ്തുവിൻ്റെ അരികിലുണ്ട്. അവൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് അവനെ അറിഞ്ഞ് ഈ സമാധാനം സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കേട്ട തിരുവചനങ്ങളെ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരാം. അവൻ സമാധാനമാണ്. ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. അവൻ ജനിച്ചത് നമുക്ക് സമാധാനം നൽകാനാണ്. അവൻ ജീവിച്ചത് നമുക്ക് സമാധാനം നൽകാനാണ്. അവൻ മരിച്ചത് നമുക്ക് സമാധാനം നൽകാനാണ്. അവൻ ഉത്ഥാനം ചെയ്ത് നമുക്ക് സമാധാനം നൽകാനാണ്. അവൻ എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനായി ശൂന്യനായതും കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തിയതും കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള അവൻ്റെ അനുസരണം നമുക്ക് സമാധാനം നൽകാൻ വേണ്ടിയാണ്. അവൻ സമാധാനത്തിൽ ജീവിച്ചവനാണ്. അവൻ്റെ സമാധാനമാണ് നമുക്ക് തന്നിട്ട് പോയത്. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും സമാധാനത്തിൽ വർദ്ധിച്ചവൻ നമ്മളോട് പറയുന്നു സമാധാനത്തോടെ ആയിരിക്കാൻ. നമ്മുടെ അസ്വസ്ഥതകളെയും ഭാരങ്ങളെയും കാലിത്തൊഴുത്തിൽ പിറന്നവന്, കാൽവരിയോളം ശൂന്യനാക്കിയവന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സമാധാന പ്രഭുവേ, സകലത്തിൻ നായക, സദ്വാർത്തയായി വന്നവനേ. സമാധാന പ്രഭുവേ, സകലത്തിൻ നായക, സദ്വാർത്തയായി വന്നവനേ. ആശ്വാസമായി ആനന്ദമായി എൻ്റെ ഹൃത്തിൽ വന്നു നിറയണമേ. ആശ്വാസമായി ആനന്ദമായി എൻ്റെ ഹൃത്തിൽ വന്നു നിറയണമേ. ചേർന്ന് പാടാം. സമാധാന പ്രഭുവേ, സകലത്തിൻ നായക, സദ്വാർത്തയായി വന്നവനേ. ആശ്വാസമായി ആനന്ദമായി എൻ്റെ ഹൃത്തിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടാം, ആരാധനയേകാം, മഹത്വങ്ങളേകാം യേശുവിന്. ചേർന്ന് ഹല്ലേലൂയ പാടാം, ആരാധനയേകാം, മഹത്വങ്ങളേകാം യേശുവിന്. ഹല്ലേലൂയ പാടാം,
എല്ലാ മഹത്വവും എല്ലാ ആരാധനയും അവിടുത്തേക്ക് നൽകി. ഓ യേശുവേ, നിന്റെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അസ്വസ്ഥമായിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ, അസ്വസ്ഥമായ എൻ്റെ കുടുംബത്തിൽ, അസ്വസ്ഥമായ എൻ്റെ ചുറ്റുപാടുകളിൽ നീ സമാധാന രാജാവായി വാഴണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ നശിക്കുമ്പോൾ, ആകുലപ്പെടുമ്പോൾ, ആത്മതാരിൽ അലിവായി വന്നിടണേ. ആശ നശിക്കുമ്പോൾ, ആകുലപ്പെടുമ്പോൾ, ആത്മതാരിൽ അലിവായി വന്നിടണേ. പാപം പെരുകുമ്പോൾ, കൃപ വറ്റിടുമ്പോൾ, കൃപ നിറച്ചിടുവാൻ വന്നിടണേ. പാപം പെരുകുമ്പോൾ, കൃപ വറ്റിടുമ്പോൾ, കൃപ നിറച്ചിടുവാൻ വന്നിടണേ. ഹല്ലേലൂയ പാടാം, ആരാധനയേകാം, മഹത്വങ്ങളേകാം യേശുവിന്. ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ പാടാം, ആരാധനയേകാം, മഹത്വങ്ങളേകാം യേശുവിന്. കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ പാടാം, ആരാധനയേകാം, മഹത്വങ്ങളേകാം യേശുവിന്. ഹല്ലേലൂയ. ഹല്ലേലൂയ പാടാം, ആരാധനയേകാം, മഹത്വങ്ങളേകാം യേശുവിന്. ആമേൻ. ആമേൻ ആമേൻ പാടാം, ആരാധനയേകാം, മഹത്വങ്ങളേകാം യേശുവിന്. ഹല്ലേലൂയ പാടാം, ആരാധനയേകാം, മഹത്വങ്ങളേകാം യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, 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 മഹത്വം, മഹത്വം കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ജീവിതത്തിൻ്റെ ആകത്തുകയായ സമാധാനം എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. ഈ പ്രാവശ്യം എല്ലാവർക്കും ഇങ്ങനെ ആശംസ നേരാൻ എന്നെ സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ സമാധാനം പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്നോടും നിൻ്റെ കുടുംബത്തോടും കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുവാൻ വരം നൽകണമേ, കൃപ നൽകണമേ. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഓ യേശുവേ, നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ. ആ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. കാലിത്തൊഴുത്തോളം ശൂന്യവൽക്കരിക്കപ്പെടുമ്പോൾ, കാലിത്തൊഴുത്തോളം ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിൽ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ, നിന്നോട് ചേർന്ന് നിൽക്കാൻ കൃപ നൽകണമേ യേശുവേ. പ്രാർത്ഥിക്കാം. സമാധാന പ്രഭുവേ, സകലത്തിൻ നായക, സദ്വാർത്തയായി വന്നവനേ. സമാധാന പ്രഭുവേ, സകലത്തിൻ നായക, സദ്വാർത്തയായി വന്നവനേ. ആശ്വാസമായി ആനന്ദമായി എൻ്റെ ഹൃത്തിൽ വന്നു നിറയണമേ. ആശ്വാസമായി ആനന്ദമായി എൻ്റെ ഹൃത്തിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടാം, ആരാധനയേകാം, മഹത്വങ്ങളേകാം യേശുവിന്. ഹല്ലേലൂയ പാടാം, ആരാധനയേകാം, മഹത്വങ്ങളേകാം
യേശുവിന്. എല്ലാവർക്കും ഈശോയുടെ പിറവിത്തിരുനാളിൻ്റെ മംഗളങ്ങൾ, സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം, ഒരു സമർപ്പണ ജീവിതം, ഒരു ക്രൈസ്തവ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.